Okay students, good morning all of you. Today we are discussing about objects or purpose of investigation. In previous class we discussed what is investigation and what are the differences between investigation and auditing. അല്ലേ, എന്തൊക്കെയാണ് ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റും അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ ഒരുപാട് ഡിഫറൻസസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും സസ്പീഷ്യസ് ആയ എലമെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷനകത്ത് എന്ത് ചെയ്യുന്നതാണ്, ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടീസോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഒരിക്കലും എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഇൻ ദ ഓർഗനൈസേഷൻ. ബട്ട് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് സിംപ്ലി മീൻസ് വെരിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് എ കമ്പനി. ഒരു ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് മാൻഡേറ്ററി ഓർ കമ്പൽസറി ഇൻ ദ ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷൻസും അല്ലേ, എസ്പെഷ്യലി കമ്പനീസ്, അതേപോലെ തന്നെ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടക്ട് ഓഡിറ്റിംഗ് ഇൻ എവറി ഇയർ. അത് അവർക്ക് എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. സോ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം, കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മാൻഡേറ്ററി ഇൻ ദ ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള കുറേ ഡിഫറൻസസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഓഡിറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഡിഫറൻസസും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നൗ വി ആർ ഡിസ്കസിങ് വാട്ട് ആർ ദി ഒബ്ജക്ട്സ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ബിസിനസ്സിനകത്ത് ചെയ്യുന്നത്, അതല്ലെങ്കിൽ വാട്ട് ആർ ദ എയിംസ് ടു ബി അച്ചീവ്ഡ് ത്രൂ ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ വഴി എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. Okay, so in an organization, investigation is conducted in the following circumstances. താഴെ പറയുന്ന സർക്കംസ്റ്റാൻസസ് വരുമ്പോഴാണ് ഒരു ഓർഗനൈസേഷനകത്ത് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് വെൻ ദ പ്രൊപ്രൈറ്റർ സസ്പെക്ട് ഫ്രോഡ്. അതായത് ബിസിനസ്സിൻ്റെ പ്രൊപ്രൈറ്റേഴ്സിന് തോന്നുകയാണ് നമ്മുടെ ഓർഗനൈസേഷനകത്ത് എന്തൊക്കെയോ ഫ്രോഡ് നടക്കുന്നുണ്ട്, അതായത് എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ട്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയോ ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അങ്ങനെ വല്ല സസ്പെക്ഷനും അതായത് വല്ല ഡൗട്ട്സും പ്രൊപ്രൈറ്റേഴ്സിന് അതായത് ഓണേഴ്സിന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സാധാരണ ബിസിനസ്സിനകത്ത് എന്ത് നടത്താറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടത്താറുണ്ട്. ഓക്കെ അല്ലേ. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് വെൻ ദ പ്രൊപ്രൈറ്റർ സസ്പെക്റ്റഡ് ഫ്രോഡ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് വെൻ എ പേഴ്സൺ ഇൻറ്റൻസ് ടു പർച്ചേസ് ദ ബിസിനസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സെല്ലിങ്ങിനെ അതായത് സെയിൽസ് നടത്താൻ വേണ്ടി നിൽക്കുകയാണ്, അതായത് ബിസിനസ് വിറ്റൊഴിവാക്കാൻ നിൽക്കുകയാണ്, ബിസിനസ്സിൻ്റെ സെയിൽ നടക്കാൻ പോവുകയാണ്. ആ ഒരു കേസിൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ, ഓക്കെ, അതായത് ഒരാൾ ഒരു ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തായിരിക്കണം, ഹി ഷുഡ് ബി അവൈലബിൾ. അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ, അതായത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണോ, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സത്യമാണോ, ബിസിനസ്സിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് നടത്തിയിട്ടുണ്ടോ, അവർ കാണിച്ചിട്ടുള്ള എവിഡൻസ് എല്ലാം കറക്റ്റ് തന്നെയാണോ, ഓഡിറ്ററുടെ റിപ്പോർട്ട് കറക്റ്റ് തന്നെയാണോ, അതായത് ബിസിനസ്സിനകത്ത് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണോ, ബിസിനസ്സിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആർക്ക് താല്പര്യം ഉണ്ടായിരിക്കും, ഈ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് താല്പര്യം ഉണ്ടായിരിക്കും. സോ ഹി വിൽ മേക്ക് ഓർ ഹി വിൽ ബി ഓർഡേഡ് ഫോർ ആൻ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അയാളുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏത് നടത്താം, ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻസിൽ നടത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, പോയിന്റ് എന്താ പറയുന്നത്, വെൻ എ പേഴ്സൺ ഇൻറ്റൻസ് ടു പർച്ചേസ് ദ ബിസിനസ്. ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഒരു വ്യക്തി പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ കേസിൽ ഏത് നടത്താറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടത്താറുണ്ട്. Okay അല്ലേ, സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് ഓൺ ബിഹാഫ് ഓഫ് എ പ്രോസ്പെക്റ്റീവ് പാർട്ട്ണർ ടു നോ ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്.
അതായത് നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് സാധാരണയായി ഒരുപാട് പാർട്ട്നേഴ്സ് കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ് അല്ലേ. പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അതായത് ഒരുപാട് പേര് എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ്സിനകത്ത് പാർട്ട്നേഴ്സ് ആയിട്ട് വരാറുണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ ഒരു വ്യക്തി ആ ഒരു ബിസിനസ്സിനകത്ത് പാർട്ട്ണർ ആവാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, സോ നമ്മളൊരു ബിസിനസ്സിനകത്ത് പാർട്ട്ണർ ആകുമ്പോൾ അതല്ലെങ്കിൽ അതിൻ്റെ മെമ്പർ ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച്, അതായത് ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച്, അതിൻ്റെ പൊസിഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്തായിരിക്കണം, അവെയർഡ് ആയിരിക്കണം, വേണ്ടേ? കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് തക്കതായ ഏണിങ്സ് തരാൻ, ഇൻകം തരാൻ ആ ബിസിനസ്സിന് കഴിവുണ്ടോ, നമ്മൾ ചെക്ക് ചെയ്യണ്ടേ എപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഫുള്ള് നഷ്ടത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്താണ്, അതിൽ നിന്ന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ല. ഓക്കെ, വിത്തൗട്ട് ലോസ് ഓഫ് മണി. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ പൊസിഷനെ കുറിച്ച്, അതിൻ്റെ ഏണിംഗ് കപ്പാസിറ്റിയെ കുറിച്ച്, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവെയർഡ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താറുണ്ട്. പോയിന്റ് ഓക്കെ ആണോ? Then next point is that when a person wishes to purchase share of a company, ഇതൊക്കെ സിമിലർ ആയിട്ടുള്ള ആസ്പെക്ട്സ് തന്നെയാണ് പറയുന്നത്. അതായത് നമുക്കറിയാം കമ്പനീസ് എല്ലാം ഫണ്ട് റേസ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ഒക്കെ എന്ത് ചെയ്തിട്ടായിരിക്കും, ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ വാങ്ങുന്ന സമയത്ത്, ഓക്കെ, ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതായത് ബിസിനസ്സിൻ്റെ ഷെയർ വാല്യൂ എത്രയൊക്കെയാണ്, ആ ഷെയർ വാല്യൂവിന് മാർക്കറ്റ് പ്രൈസ് എത്രയൊക്കെയാണ്, നമ്മൾ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഏണിങ്സ് കിട്ടാൻ സാധ്യതയുണ്ടോ. ഓക്കെ, നമുക്ക് ഏണിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം EPS അല്ലേ, ഏണിങ്സ് പെർ ഷെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്ന ഓരോ ഷെയറിനും എന്ത് മാർക്കറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, വേറെ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആണോ ഇവരുടെ ഈ ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തും എന്ത് നടത്താറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടത്താറുണ്ട്. Okay, next point is that when a person wishes to lend money to a business, അതായത് ലെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അതല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ് ഓർഗനൈസേഷൻസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദേ വിൽ പ്രൊവൈഡ് ഫിനാൻസ് ടു ദ ബിസിനസ് ഓർഗനൈസേഷൻസ്. സോ ആ ടൈമിൽ നമ്മളിപ്പോൾ ഒരു ബാങ്കാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് ബിസിനസ് ഓർഗനൈസേഷൻസിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ ഏണിംഗ് സ്റ്റെബിലിറ്റിയെ, ഏണിംഗ് കപ്പാസിറ്റിയെ, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, അനാലിസിസ് ചെയ്യാറുണ്ട്, വെരിഫൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി 5-6 വർഷമായിട്ട് ഫുള്ള് ലോസാണ്. ഓക്കെ, ദേ ആർ ഇൻകറിങ് കണ്ടിന്യൂസ് ലോസ്. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിന് വില്ലിങ് ആവില്ല, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വില്ലിങ് ആവില്ല. പോയിന്റ് ഓക്കെ ആണോ? ആൻഡ് അപ്പോൾ ആ ഒരു കേസിൽ, അതായത് ഏണിംഗ് കപ്പാസിറ്റി ഓക്കെ ആണോ, ഇപ്പോൾ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസ് തിരിച്ചു തരാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടോ, അതിന് തക്കതായ അസറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷൻസിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടി വരും, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറിയേണ്ടി വരും. ഓക്കെ അല്ലേ? Then investigation may be conducted on behalf of the income tax authorities for assessing tax liabilities. അതായത് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ത് നടത്താൻ ഓർഡർ ഇടാറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഓർഡർ ഇടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില കമ്പനീസൊക്കെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മാൽ പ്രാക്ടീസസും നടത്താറുണ്ട്. ഓക്കെ, സോ അത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് വല്ലതും നടത്തിയിട്ടുണ്ടോ? അതായത് മാൽ പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി കാണിക്കാതെ, കറക്റ്റായിട്ടുള്ള ഇൻകം കാണിക്കാതെ എന്ത് ചെയ്യാണ്, എമൗണ്ട് കുറച്ച് കാണിച്ചുകൊണ്ട് ടാക്സിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി, ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് ബിസിനസ് ഓർഗനൈസേഷൻസ് എടുക്കാറുണ്ട്. ഓക്കെ, സോ അത്തരത്തിലുള്ള വല്ല കള്ളത്തരങ്ങളും ബിസിനസ് ഓർഗനൈസേഷൻസിനകത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ആരുടെ ഭാഗത്തു നിന്ന് ഇതിനുള്ള ഓർഡർ വരാറുണ്ട്, ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നും ഓർഡർ വരാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ് is when a joint stock company is not being properly managed, statutory investigation may be conducted on behalf of the central government. അതായത്
അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ നടക്കുന്ന മാനേജ്മെൻറ്റ് അഫയേഴ്സ് കറക്റ്റ് വേയിലല്ല, അതായത് കമ്പനീസ് ആക്ട് നിർദ്ദേശിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസോ ഇൻസ്ട്രക്ഷൻസോ ഒന്നും ഈ കമ്പനീസ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ അത് കമ്പനീസ്, അതായത് അത്തരത്തിലുള്ളത് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് നടത്താറുണ്ട്? ഇത്തരത്തിലുള്ള കമ്പനീസിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്താറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻസ്, അതായത് ബിസിനസ്സിനകത്ത് ഫോളോ ചെയ്യേണ്ട മാറ്റേഴ്സ് ഒന്നും അവർ ഫോളോ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കേസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എന്ത് നടത്താറുണ്ട്? ഇൻവെസ്റ്റിഗേഷൻ നടത്താറുണ്ട്. ഇനി ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 235 ആൻഡ് 237 ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ 235 ആൻഡ് 237 പ്രകാരം ഏത് നടത്താം? ഇത്തരത്തിലുള്ള statutory investigation നടത്താം. Okay, then next point is that investigation may be conducted for knowing the causes of abnormal situations in the profit of organization. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റിയുടെ കേസിൽ വളരെയധികം ഡിഫറൻസസ് വരിക, ക്രമാതീതമായിട്ടുള്ള ഉയർച്ചയോ താഴ്ചയോ വരിക. മെയിനായിട്ടും ഇൻക്രീസ് വരുമ്പോഴാണ് ഇതിനകത്ത് എന്ത് നടക്കുക? ഫ്രോഡുകൾ നടന്നിട്ടുണ്ടാവുക. അതായത് ഇപ്പോൾ ഈ വർഷം ഉണ്ടാകുന്ന ഒരു പ്രോഫിറ്റിൽ നിന്നും വളരെ വൈഡായിട്ടുള്ള ഒരു ഡിഫറൻസ് പ്രോഫിറ്റിനകത്ത് നെക്സ്റ്റ് ഇയർ വരുന്നു. ദെൻ അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോർ ഇയേഴ്സിനകത്ത് ഇത്തരത്തിലുള്ള ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് അബ്നോർമൽ സിറ്റുവേഷൻസ്, അല്ലേ? സാധാരണയായി നടക്കാത്ത സാഹചര്യങ്ങളാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ കണ്ടക്റ്റിൽ വരുന്നതല്ല. സോ അത്തരത്തിലുള്ള എന്തെങ്കിലും അബ്നോർമൽ സിറ്റുവേഷൻസ് ബിസിനസ്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി, അതിനെക്കുറിച്ചിട്ടുള്ള കാരണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയും ഏത് നടത്താറുണ്ട് നമ്മൾ, അതായത് ബിസിനസ് ഓർഗനൈസേഷനകത്ത് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പോയിൻറ്റ്സൊക്കെ വായിച്ച് മനസ്സിലാക്കുക. സാധാരണയായി ബിസിനസ് ഓർഗനൈസേഷനകത്ത് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോഴാണ് എന്ത് നടത്താറ്? ഇൻവെസ്റ്റിഗേഷൻ നടത്താറ്. ഓക്കെ, സോ താങ്ക് യു ഓൾ.